ഇതൊക്കെ എൻ്റെ അമ്മ എനിക്ക് വേണ്ടി മേടിച്ചാട്ടാ. നമുക്ക് ഇതിട്ട് നോക്കാം. ശ്രീകുട്ടന് ഓൺലൈൻ വഴി ഡ്രസ്സ് എടുക്കുന്നത് വളരെ വിരളാണ് കേട്ടോ. പക്ഷെ ഇപ്രാവശ്യം കിഡ്സിന്റെ സെക്ഷനിൽ ഒരുപാട് നല്ല ഡ്രസ്സുകൾ നല്ല അഫോർഡബിൾ ആയിട്ട് കണ്ടു. ഒന്ന് കണ്ടു നോക്കിയാലോ. ഇതാണ് ഏറ്റവും ആദ്യത്തെ ഡ്രസ്സ്. നമ്മൾ അമ്മമാർക്ക് മക്കളുടെ എക്സ്പ്രഷൻ വഴി തന്നെ മനസ്സിലാക്കാൻ പറ്റും അവരിടുന്ന ഡ്രസ്സുകൾ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടാണോ ഇടുന്നത് അല്ലെങ്കിൽ നമ്മുടെ നിർബന്ധത്തിനാണോ എന്ന്. ഈ ഡ്രസ്സ് ആളെ എൻ്റെ നിർബന്ധത്തിൽ ഇട്ടതാണ് കേട്ടോ. പക്ഷെ അടിപൊളിയാണ്. കുറച്ച് ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഫീല് വരുന്നേ ഉള്ളൂ. രണ്ടാമത്തേത് ഈ ബ്ലൂ ഷർട്ടും അതുപോലെ തന്നെ ഈ ട്രൗസറാണ് കേട്ടോ. ഈ സംഭവങ്ങൾ നമ്മളെപ്പോഴും സ്കേറ്റിംഗ് ക്ലാസ്സിലേക്ക് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അവിടെ പാൻസ് അലൗഡ് അല്ല, അത് കാരണം നമ്മൾ ട്രൗസേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി മേടിച്ചതാണ് കേട്ടോ ഞാൻ 3-4 ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കറുപ്പിനല്ലെങ്കിൽ ഒരു പ്രത്യേക ഭംഗിയല്ലേ. ആ ബ്ലാക്ക് കളറിലുള്ള വരയും കൂടി സിമ്പിളായിട്ട് കൊടുത്തപ്പോഴേ അതിനെന്തൊരു ഭംഗിയാ, എന്തൊരു എലഗൻ്റായിട്ടാണ് ഫീൽ ചെയ്യണേ. ശ്രീകുട്ടനെ വളരെ ചെറുപ്പത്തിൽ കണ്ടു തുടങ്ങിയതല്ലേ നിങ്ങൾ. ഇപ്പം എൻ്റെ ഹൈറ്റ് ഉണ്ട് കേട്ടോ പുള്ളി. അങ്ങനെ ആൾക്ക് അത് ഒരുപാട് ഇഷ്ടമായി എന്നുള്ളത് ഈ ഒരു ഡാൻസിലൂടെ കണ്ടാൽ മനസ്സിലാവും. മോം ആൻഡ് മീ നേടിയിട്ടുണ്ട് അതുമേ. ഇതും അടിപൊളിയായിരുന്നു കേട്ടോ. സ്കേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഷൂ മുട്ടിൻ്റെ ഒപ്പം വരും, അല്ല സോക്സ് മുട്ടിൻ്റെ ഒപ്പം വരും. അപ്പോൾ ഷൂവും കൂടി ഇടുമ്പോൾ ഇതാണ് കംഫർട്ടബിൾ. ഇതും അടിപൊളിയായിരുന്നു കേട്ടോ. ഈ ബ്ലാക്കിൻ്റെ രണ്ടാമത്തത്. പിന്നെ ഈ വരുന്നതാണ് വീട്ടിലൊക്കെ ഇടാനായിട്ട് നല്ല അഫോർഡബിൾ ആണ്. 300 രൂപയൊക്കെ വരുന്നുള്ളൂ ഒരു സെറ്റിന്. നമ്മളിപ്പോൾ സാധാരണ മാക്സിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ ഒരു 150 രൂപ വരെ ഷർട്ടും 250 രൂപയാവും നമ്മുടെ ട്രൗസേഴ്സിന്. ഇത് രണ്ടും നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ. ഈ പ്രായത്തിലുള്ള പിള്ളേർക്ക് വീട്ടിലൊക്കെ ഇട്ട് നടക്കാൻ അടിപൊളിയാണ്. ആ റെഡും കൊള്ളാം. അതോടൊപ്പം തന്നെ ഈ റെഡും ബ്ലാക്കും വൈറ്റും വരുന്നത് നമ്മുടെ എല്ലാ ഫേവറേറ്റ് കളറുകളും ഇതിലുണ്ട്. എല്ലാം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നല്ല ക്വാളിറ്റിയുള്ള നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ട്രൗസേഴ്സും ഷർട്ടുമാണ്. അപ്പോൾ പുള്ളിക്കും ഇഷ്ടമായിട്ടുണ്ട്. പ്രോഡക്റ്റ് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആത്തച്ചക്ക പഴുത്തിട്ടെന്ന് പറഞ്ഞിട്ട് ഡൽസി ആൻറ്റി വിളിച്ചു. ഞങ്ങൾ പതുക്കെ ആത്തച്ചക്ക പൊട്ടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. പണ്ടത്തെ സംസ്കാരം എവിടെയൊക്കെയോ പോയി മറഞ്ഞു എന്നുള്ള പരാതികൾ ഒരുപാട് കേൾക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞങ്ങൾ ഈ കാടിനോട് ഇണങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പങ്കുവെച്ച് തന്നെയാണ് ജീവിക്കുന്നത്. മനുഷ്യന്മാർ മാത്രമല്ല മൃഗങ്ങളും. അപ്പോൾ നമുക്ക് ഇനി ആത്തച്ചക്ക പൊട്ടിക്കാം. നിറയെ ചക്കയും അതുപോലെ തന്നെ പൈനാപ്പിളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെ മൂക്കുമ്പോഴും ഇതിന്റെ ഭാഗമാവാൻ ഞങ്ങൾ എത്താറുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിന്ന് ആത്തച്ചക്ക പൊട്ടിച്ച് അതങ്ങോട്ട് ചാപ്പിടാം. അങ്ങനെ ഡൽസി ആൻറ്റി പൊട്ടിച്ചെന്ന ആത്തച്ചക്ക ഇത് കഴിച്ചിട്ടുള്ളവരുണ്ടാവും, കഴിക്കാത്തവരുണ്ടാവൂല്ലേ. നിങ്ങളുടെ നാട്ടിൽ ഇനി ചിലപ്പോൾ വേറെ പേരായിരിക്കും പറയുന്നുണ്ടാവുക കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. ഐസ്ക്രീം പോലെ ഇരിക്കും. ഇതാണ് ഞങ്ങളുടെ ജഗ്ഗു കേട്ടോ, രാഹുലിൻ്റെ മോൻ, നമ്മുടെ ഇളയമ്മയുടെ മോൻ്റെ കുട്ടി. നിങ്ങൾ ആദ്യമായിട്ടാവും അവനെ കാണുന്നുണ്ടാവുക അല്ലേ. കുറച്ച് ദിവസമായി പുള്ളി വന്നിട്ട്. ഇനിയിപ്പോൾ ഇനിയൊക്കെ കാണാം വ്ളോഗിൽ.